ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഇത് 6ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ട്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് സാംഗ്ലിയാണ്. ഇത് മഹാരാഷ്ട്രയിലാണ്. സാംഗ്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കോലാപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു പള്ളിയിൽ കയറിയായിരുന്നു. ഞങ്ങൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ കുർബാന കാണാൻ പള്ളിയിൽ കയറിയായിരുന്നു. അപ്പോൾ ആ പള്ളിയിലെ അച്ഛന്മാർ ഞങ്ങൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവരുടെ സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഞങ്ങൾക്ക് വണ്ടിയിട്ട് കിടക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയിട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ എന്ത് ചെയ്താൽ സമ്മതിച്ചില്ല. ഉള്ളിൽ സ്കൂളാണ്, സ്കൂളിനകത്ത് കയറി കിടന്നാൽ മതിയെന്ന് പറഞ്ഞ് അവർ വണ്ടി കിടക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛൻ 2 വാക്ക് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. നമ്മുടെ കൂടെ അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് ബിനോയ് ജേക്കബ്. അച്ഛൻ്റെ സ്ഥലം നമ്മുടെ നാട്ടിലെ എരുമേലിക്കടുത്ത് ഏഞ്ചൽ വാലിയിലാണ് അച്ഛൻ്റെ സ്ഥലം. അപ്പോൾ അച്ഛൻ ഇന്നലെ വൈകുന്നേരം നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇന്ന് രാവിലെ അപ്പോൾ അച്ഛൻ എണീച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ 2 വാക്ക് നമ്മളോട് സംസാരിക്കും. ഓക്കെ, വളരെ വളരെ സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് ഇങ്ങനെ അറേഞ്ച് ചെയ്തതിൽ. ഒരു എൻജോയ്മെൻറ്റിലുപരി ഇതൊരു എല്ലാവർക്കും ബാക്കിയുള്ളവരെ ഒന്ന് കണ്ട് ആ ഇൻഫർമേഷൻ ബാക്കിയുള്ള നാട്ടിലെ ആൾക്കാരെ കൊടുക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. 25,000 കിലോമീറ്റർ 90 ദിവസം കൊണ്ട് കവർ ചെയ്യാം. വളരെ ആരാംസെ എല്ലാ സ്ഥലത്തും പോയി. ഞാൻ ആദ്യമായിട്ട് കാണാം ഇതുപോലെ വണ്ടിയുടെ പുറത്ത് കിടക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കൊക്കെ വന്നത്. വളരെ സന്തോഷമുണ്ട്. ഇവിടെ സാംഗ്ലി എന്ന് പറയുന്ന സ്ഥലമാണ് മഹാരാഷ്ട്രയിൽ. ഇവിടെ ഞങ്ങൾ MST അച്ഛന്മാർ ഇങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ടും പല സോഷ്യൽ വർക്ക് സ്ഥലങ്ങളിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്പെഷ്യൽ സ്കൂൾ, മെൻ്റലി റിട്ടയർഡ് സ്കൂളുകളുണ്ട്. പാവപ്പെട്ട പിള്ളേരെ എന്നെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പാവങ്ങളെ രക്ഷിക്കാനുള്ള പല സോഷ്യൽ വർക്ക് ആക്ടിവിറ്റീസ് ഇവിടെ ഞങ്ങൾ നടത്താറുണ്ട്. ഇവരെ ഇന്നലെ യാദൃച്ഛികമായിട്ട് ഇന്നലെ പള്ളിയിൽ കുർബാന ഇടയ്ക്ക് ഇവരിങ്ങനെ നെറ്റ് സെർച്ച് ചെയ്ത് കുർബാനയ്ക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഓക്കെ നമുക്ക് ഒരു ദിവസം നിങ്ങൾ വണ്ടിക്കകത്ത് കിടക്കാതെ ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ഇത് സാംഗ്ലി എന്ന് പറയുന്ന സ്ഥലം വലിയ സ്ഥലമാണ്. കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഒരു ജില്ല വെച്ച് നോക്കുമ്പം കേരളത്തിലെ ഒരു 3 ജില്ല കൂടുന്ന അത്രയും അതിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു ഏരിയയാണ് സാംഗ്ലി ജില്ല എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് കൃഷികളൊക്കെ നടത്തുന്നത് കരിമ്പ്, മുന്തിരി, മഞ്ഞൾ, ഈ 3 കൃഷികളാണ് നടത്തുന്നത്. പിന്നെ ഫൈനാൻഷ്യലായിട്ടൊക്കെ ഇവിടെ സിറ്റിയിലുള്ള താമസിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നവരാണ്. നമുക്ക് ഇവിടെ ഒരു സ്കൂളുണ്ട്, ഒരു ICC സ്കൂളാണ്. നമുക്ക് 2200 പിള്ളേരുണ്ട്. വളരെ ഭംഗിയായിട്ട് പോകുന്നു. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പം ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല. എങ്കിലും ഈ കഴിഞ്ഞ മാസം ഈ ഡിസംബർ മാസം ആദ്യം തൊട്ട് നമ്മൾ 9-10 ക്ലാസ്സുകൾക്ക് തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 70-80% പിള്ളേർ വരുന്നുണ്ട്. ബാക്കി എന്നാലും അത്യാവശ്യം സോഷ്യൽ ഡിസ്റ്റൻസും ഈ കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇനി എന്ന് ക്ലാസ് തുടങ്ങും ഇതിലേക്ക് പോകുമെന്ന് അറിയത്തില്ല. എങ്കിലും കുഴപ്പമൊന്നുമില്ല. നാട്ടിലേക്കൊക്കെ ആൾക്കാർക്ക് പോകാനും വരാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നാട്ടിലെ സിറ്റുവേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടായി നിൽക്കുന്നതുകൊണ്ടാണ് ഏറ്റവും പ്രശ്നം. ഇവിടുത്തെ സിറ്റുവേഷൻ ഏതാണ്ട് കുറഞ്ഞു. ഈ ജില്ലയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് കോവിഡ് വന്നതിൽ ഏറ്റവും കൂടുതൽ ഡെത്ത് റേറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് സാംഗ്ലി ജില്ല. ഡെത്ത് റേറ്റ് ആ രീതിയിൽ നിന്ന് ഇപ്പം ഡെയിലി ഡെത്ത് റേറ്റ് ഒന്നും കേൾക്കുന്നില്ല. ഇപ്പം ഡെയിലി മാക്സിമം ഒരു 20 to 25 കേസസാണുള്ളത്. ഈ സിറ്റുവേഷനിൽ എല്ലാവരും ഇപ്പം ഹാപ്പിയാണ്. കാരണം ഇവിടെ ഒത്തിരി കൺട്രോൾ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിനിയിപ്പം കേരളത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെ ഇപ്പം കേസുകൾ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം അത്രമാത്രം. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ വഴിയൊക്കെ സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേനും മിറാജ് അടുത്തുള്ള ഒരു പള്ളിയിൽ കുർബാന കാണാമെന്ന് കരുതി അവിടെ കയറിയപ്പോഴാണ് അവിചാരിതമായിട്ട് ഈ പറഞ്ഞ പോലെ അച്ഛനെ കാണാനിടയാവുകയും അച്ഛനെ ഈ പറഞ്ഞ പോലെ ഞങ്ങളെ ഇവിടെ സാംഗ്ലിയിലുള്ള അച്ഛൻ്റെ ഈ പറഞ്ഞ സ്കൂളിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സാറുമാരും അതുപോലെ തന്നെ സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് 12 പേരോളം ഉണ്ട്. അപ്പം തൊടുപുഴ, ഇടുക്കി, അങ്ങനെ ആ ഏരിയയിൽ നിന്നുള്ളവരാണ് കൂടുതലും. കോട്ടയം ഭാഗത്തു നിന്നുള്ളവരുണ്ട്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇന്നലെ അച്ഛൻ എന്നിട്ട് രാത്രിയിൽ കപ്പയും ഇറച്ചിയും മുമ്പിടാനായിട്ട് സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ രാവിലെ കാപ്പിയും കുടിക്കണമെന്ന് അച്ഛൻ പറഞ്ഞാണ്. ഞങ്ങളിപ്പം ഏർലി മോർണിംഗ് ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഞങ്ങളെ വിടാൻ സമ്മതിച്ചത്.
പിന്നെ നമ്മുടെ അച്ഛനെ കൂടാതെ വേറെ 2 അച്ഛന്മാരൂടെ ഉണ്ട് ഇവിടെ. ഫാദർ അനീഷ്, ഫാദർ അരുണ്, ഒരാൾ കോട്ടയം, ഒരാൾ ഇടുക്കി. പിന്നെ ഉള്ളത് 2 സാറന്മാരുണ്ട്. ഒരാൾ തൊടുപുഴ അടുത്ത് തോമസ് സാറ്, പിന്നെ ജസ്റ്റിൻ സാറുണ്ട്. ജസ്റ്റിൻ സാറ് ഇടുക്കി. അപ്പം അവരെ നമുക്ക് ഇപ്പം ഇന്നിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും ലേറ്റായിട്ടായിരിക്കും എണീക്കുന്നതൊക്കെ. അപ്പം നമ്മളിപ്പോൾ അവരെ ഇപ്പോൾ വിളിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് അവർ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് നമ്മുടെ അച്ഛൻ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞു. കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ഇന്ന് ഇവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യണേ. അതെ, അളിയൻ എന്തൊക്കെയാന്ന് കുക്കി നോക്കണ്ടത്. കപ്പ, രണ്ട് സിസ്റ്റർമാരുണ്ട്. ഇവര് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വെച്ച് തന്നു. സൂപ്പർ ഭക്ഷണമായിരുന്നു. അപ്പോൾ അവർ 2 വാക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടേക്ക് വന്നിട്ടുണ്ടോ? സിസ്റ്ററിന്റെ പേര്? എന്റെ പേര് ലിയോണി. സിസ്റ്ററിന്റെ നാട്? അപ്പൊ നിങ്ങളുടെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, കുഴപ്പമില്ല. ഇന്നലെ അടിപൊളിയായിരുന്നു. അതെ, എന്ന് തീർക്കൊന്നും അങ്ങനെയൊന്നുമില്ല. 90 ദിവസം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് എങ്ങനെയാവും അറിയില്ല. എല്ലാവിധ മംഗളങ്ങളും യാത്രയില്. താങ്ക് യു. നമ്മൾ നേരത്തെ പറഞ്ഞ സാറുമാരും അച്ഛന്മാരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അരുൺ കാരക്കാട്ട്. ഞാൻ നാട്ടിലെ ചെല്ലാറുകോൽ, അതായത് ഇടുക്കി ജില്ലയിലെ കുമ്മളി അടുത്തുള്ള ചെല്ലാറുകോൽ എന്ന സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടിപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 2 വർഷത്തോളം. എൻ്റെ പേര് ജസ്റ്റിൻ. ഇവിടെ പഠിപ്പിക്കുകയാണ്. സാറ് നാട്ടിൽ തൊടുപുഴ മൂലമറ്റാണ്. തോമസ് സാറ്. എൻ്റെ പേര് തോംസൺ. ഞാൻ മേലാമറ്റാണ് നാട്ടിൽ. ഇവിടെ വന്നിട്ട് മാർച്ചിലാണ് വന്നത്. അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ആയി. അത് കഴിഞ്ഞ് ഇപ്പം ഏകദേശം 8-9 മാസമായി. എൻ്റെ പേര് അനീഷ്. ഞാൻ അച്ഛനാണ്. ഞാനിവിടെ ഒരു പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ജോജി. ഞാൻ ഒരു 18 വർഷമായിട്ട് സാംഗ്ലിയിലുള്ളതാണ്. ബിസിനസ് ചെയ്യുന്നു. രാജകുമാരിയാണ്, ഇടുക്കി ഡിസ്ട്രിക്ട്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ടില്ലേ, ഇവരെല്ലാം ഇന്നലെ നമ്മളെ വിളിച്ചിട്ട് നമ്മളെ വണ്ടിക്കകത്ത് കിടക്കാൻ സമ്മതിച്ചില്ല. ഇവരിവിടെ പുറകിൽ ഈ സ്കൂളിൻ്റെ ഈ റൂമിൽ നമുക്ക് എല്ലാ സെറ്റപ്പും ഒരുക്കി തന്നു. അതുകൊണ്ട് അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റി. ഭക്ഷണം ഇന്നലെ രാത്രി തന്നു, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നു. നമ്മളെ ഭയങ്കര കാര്യമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് ഈ അച്ഛനോട് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ വഴി കാണാം. പിന്നെ ടയറിൻ്റെ കുറച്ച് കാറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മഹാരാഷ്ട്രയിൽ നമ്മുടെ ദൗത്യം നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വിത്ത് നമ്മൾ ഇവിടെ അച്ഛനെ ഏൽപ്പിക്കുകയാണ്. നമ്മൾ ബിനോയ് അച്ഛനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എന്തിൻ്റെ തൈയാണ് മാറ്റിയത്? വൈറ്റ് ടീക്കിൻ്റെ തൈ. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടെ
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ അച്ഛന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് സാന്തോം സ്കൂളിൽ നിന്ന് യാത്ര തിരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ലക്ഷ്യമാക്കുന്നത് സംഗോള എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അവിടെ എന്താണ് ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോമോഗ്രാനൈറ്റ്, മാതള നാരങ്ങത്തിൻ്റെ ഭയങ്കര വലിയ മാർക്കറ്റും കൃഷി എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ നോക്കാം നമുക്ക് ഇപ്പോൾ ടൈം ആണോ എന്നുള്ളത്. ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുള്ളൂ അല്ലേ? സീസൺ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന്. ഇവിടുന്ന് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബാക്കി കാഴ്ചകൾ വഴി കാണാം. പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഈ ചാനൽ കാണുന്ന നിങ്ങളെല്ലാവരും മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും ഇത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. കാഴ്ചകളൊക്കെ കാണേണ്ട വഴികളെ. അതെ, ഞങ്ങളുടെ ഈ ഒരു യാത്രയുടെ എക്സ്പീരിയൻസ്, വ്യത്യസ്തമായ ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക. നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മമാരും ഒക്കെ വീട്ടിലിരുന്ന് അവർ യാത്ര ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവിടുത്തെ കാഴ്ചകൾ, ഇന്ത്യയിലെ കാഴ്ചകൾ മുഴുവൻ കാണാനുള്ള ഒരു അവസരം ഞങ്ങളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മളൊരു 9 മണി വരെയാണ് ഞങ്ങൾ യാത്ര. മാക്സിമം ഒരു 7 മണി to 9 മണി വരെയാണ് യാത്ര. അത് കഴിഞ്ഞ് ഞാനിതൊരു 4 മണിക്കൂറെങ്കിലും എടുത്തിട്ട് എഡിറ്റ് ചെയ്യുന്നത് ഓരോ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഏകദേശം ഉറങ്ങുമ്പോൾ ഒരു 2 മണിയൊക്കെ ആവുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ യാത്ര ചെയ്യണതിൻ്റെ ഇടയിൽ ഇത് കണ്ടോ, നിങ്ങൾ പുറകിൽ ഇത് കണ്ടോ, ഇത് ഫുള്ള് മറ്റേ മുന്തിരിത്തോട്ടാണ്. മുന്തിരിത്തോട്ടം, നമ്മുടെ പച്ച മുന്തിരി. ഇതേ നല്ല അടിപൊളിയായിട്ട് നിൽക്കണുണ്ടോ മുന്തിരിത്തോട്ടം, സൂപ്പർ പച്ച മുന്തിരി. ഇതേ അടിപൊളി മുന്തിരി ഫുള്ള് മുന്തിരി ഇങ്ങനെ കിടക്കുക. മുന്തിരിത്തോട്ടം ഫുള്ള് ഉണ്ട്. ഇവിടെ നോക്കിയേ, നമ്മുടെ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. ഇനി അങ്ങോട്ട് ഉണ്ട് ഇത് ഇഷ്ടം പോലെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതേ വന്ന വഴിക്ക് ഇതേ ക്യാരറ്റിൻ്റെ ഇതാണ്, ക്യാരറ്റ് പറക്കുകയാണ് ഇവിടെ. ഫ്രഷ് ക്യാരറ്റ്. गाइस ये कैरेट है ना, कैरेट नहीं, क्या है ये वाला? ഇത് ക്യാരറ്റ് തന്നെയാണ്. അടിപൊളി ഫ്രഷ് ക്യാരറ്റ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ക്യാരറ്റ് അളിയ നാട്ടിൽ കിട്ടുന്ന ക്യാരറ്റ് പോലെ അല്ലല്ലോ അത്. ഫ്രഷ് ക്യാരറ്റ് ഇട്ട് അതേ ഇങ്ങനെ കുത്തിയിളക്കി പറക്കി എടുക്കുകയാണ്. ഇവിടുത്തെ മണ്ണ് കണ്ടോ, കറുത്തിരിക്കുന്നു മണ്ണ്. അതെന്നാ അളിയാ അങ്ങനെ? അത് ഒരു ഏരിയയിലെ മണ്ണിന്റെ കളർ അതാ. കണ്ടോ അവിടെ അവരുടെ ആയുധം കണ്ടോ കുത്തിയെടുക്കണേ. ഇതാണ് സാധനം. ഇതിൻ്റെ അടിയിൽ ഫുള്ള് നമ്മുടെ ക്യാരറ്റ്. ക്യാരറ്റ് ഫ്രഷ് ക്യാരറ്റ്. आपका नाम क्या है? नाम है रामू। इधर क्यों छोड़ रहे हैं? आपका नाम क्या है? बालू। अच्छा, मेरा नाम भी बालू है. പുള്ളിയുടെയാണ് ആ പറമ്പ്. അന്നേരം മഴയുടെ കൂടുതലുണ്ട്, ചില ചുവടുകൾക്ക് കേടുപാട് സംഭവിച്ചാണ് അവിടെ. വെള്ള കളർ ക്യാരറ്റ് ആണ്, വെള്ള കളർ ബജുവല അതിൻ്റെ അടുത്തുള്ള പറമ്പും പുള്ളിയുടെ തന്നെയാണ്.
രണ്ട് പേര് രണ്ടും മേടിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഓണർ വന്നിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ. അപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റൂല, അത് രണ്ടെണ്ണം കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു. നമുക്ക് പോയി കഴിച്ചു നോക്കാം. പുള്ളി നിർബന്ധിച്ചു, ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല, അത് കഴിക്കാണ്ട് പോകരുതെന്ന് പറഞ്ഞു പുള്ളി. ഇങ്ങനെയാണ് ആൾക്കാരുടെയൊക്കെ സ്നേഹം കണ്ടോ. നമ്മളിങ്ങനെ ഇത് നെഗറ്റീവ് പറയുന്നവരോട് ഞാൻ കുറ്റപ്പെടുത്തുമൊന്നുമല്ല. ഞങ്ങൾ ഇത്ര നേരം ഞങ്ങൾ സഞ്ചരിച്ചിട്ട് ഞങ്ങൾക്ക് പോസിറ്റീവ് മാത്രം പറയുന്നതൊക്കെ സത്യമാണോ? ചിലർ ഭയങ്കര നെഗറ്റീവായിട്ട് പറയാറില്ലേ, അതൊന്നും അല്ല കേട്ടോ. ഓരോ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ടോ. നമ്മളാണെങ്കിൽ ഒരു പക്ഷേ ഇതേമാതിരി നമ്മുടെ നാട്ടിലൊരാൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി ചെയ്യാറുണ്ടോയെന്ന് സംശയമാണ്. നമ്മൾ ഇത് നോക്കിയേ, പുള്ളി സ്വന്തം നിന്നാണ് പറിച്ചത്. ആള് സ്വന്തം നിന്ന് പണിക്കാരെയും കൊണ്ട് പറപ്പിക്കാണ്ട് പുള്ളി നല്ലത് നോക്കി പറപ്പിക്കുക പുള്ളി, വേറെ ആരെയും കൊണ്ട് പറിക്കാണ്ട്. മതി ബസ് ഭയ്യ. അടിപൊളി ക്യാരറ്റ്. ബസ് ഭയ്യ. ഓക്കെ, താങ്ക് യു ബാലു ഭയ്യ. ധന്യവാദ്. അടിപൊളി ക്യാരറ്റ്. വെള്ളത്തിന്റെ അംശം നോക്കിയേ. അത് കണ്ടോ, ഇതിനകത്ത് ഭയങ്കര ഫ്രഷ്നെസ് ആണ്. കണ്ടോ, വെള്ളം ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കുക കടിച്ചപ്പോൾ. എങ്ങനെയുണ്ട് അളിയാ ടേസ്റ്റ്? സൂപ്പർ ഫ്രഷ് ക്യാരറ്റ്. ഭയ്യ ബസ് ഭയ്യ. വേണ്ടോ, നമ്മൾ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുന്നില്ല, പിന്നെയും തരിക. മതി നമുക്ക്. താങ്ക് യു ഭയ്യ, താങ്ക് യു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ക്യാരറ്റ് തോട്ടത്തിൽ പോയല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഇപ്പോൾ നേരത്തെ മുന്തിരിത്തോട്ടം കണ്ടു, അതേപോലെ ക്യാരറ്റ് തോട്ടം കണ്ടു. ഇപ്പോൾ ഇവിടങ്ങളിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ചെടുത്ത് ഇപ്പോൾ അവിടെ നിന്ന് വന്നതിലെല്ലാം നമ്മൾ കണ്ടത് കൂടുതലും ഷുഗർ കെയിനാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് ക്യാരറ്റ്, പിന്നെന്താ മുന്തിരി, ഇപ്പോൾ കുറച്ച് ചോളം അതും കാണുന്നുണ്ട്. മുരിങ്ങയുടെ കൃഷിയുണ്ട്, മുരിങ്ങ കൃഷി. അത് കുറച്ച് ദൂരെയായിരുന്നു, അങ്ങോട്ട് പോകാൻ പറ്റിയില്ല നമുക്ക്. വഴിയുടെ അടുത്ത് വരുന്നാണ് അവിടെ ആള് പറഞ്ഞത്, നമ്മുടെ ആ ബാലിച്ചേട്ടനില്ലേ പുള്ളി പറഞ്ഞത്. നമുക്ക് നോക്കാം കാണാൻ പറ്റുമോന്ന്. കാണുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, എൻ്റെ പുറകിൽ കണ്ടോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുരിങ്ങ കൃഷിയാണ് ഇവിടെ. കംപ്ലീറ്റ് മുരിങ്ങ കൃഷിയാണ്. മുരിങ്ങയ്ക്ക് വെള്ളം ഇങ്ങനെ പൈപ്പ് ഇട്ട് കൊടുത്തേക്കാണ് മുരിങ്ങ. ഇപ്പം പോത്തുണ്ട്, പോത്ത്. അവിടെ കിടക്കണ മെഷീൻ കണ്ടോ, അതാണ് നമ്മൾ ഈ മുന്തിരിക്കും ഇതിനൊക്കെ മരുന്നടിക്കുന്ന മെഷീനാണ്. അത് ട്രാക്ടറിൻ്റെ പുറകിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുക. അവിടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അവിടെ ആരും ഇല്ല. ഒരു വീടാണ്. സപ്പോട്ട നമ്മുടെ നാട്ടിലെ. ഫ്രണ്ട്സ്, ഇതാണ് ഗ്രേപ്സിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ്. ഇത് നട്ട് ഇപ്പോൾ ഇങ്ങനെ കിളിർത്ത് വന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഇവിടെ പന്തലിട്ട് കൊടുക്കും. പന്തൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് ഇങ്ങനെ പന്തൽ പോലെയാവും. മുല്ലപ്പന്തൽ ആവും. ഇതിപ്പോൾ നട്ടിട്ടുള്ളൂ. അതിൻ്റെ പുറകിൽ മുല്ലപ്പന്തലുണ്ട്. ഫ്രണ്ട്സ്, അപ്പം ഞാനേ നേരത്തെ അതിൽ കൂടെ പോയപ്പോൾ ശ്രദ്ധിച്ച കാര്യം ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ നമ്മൾ മീൻ വളർത്താനായിട്ട് പടുതാക്കുളം ഉണ്ടാക്കൂലേ, അങ്ങനത്തെ പടുതാക്കുളം ഇങ്ങനെ വലിയ ആഴത്തിൽ പടുതാക്കുളം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ എല്ലാം കൃഷി ചെയ്യുന്നത്. ഇവിടെ പൊതുവേ വെള്ളം കുറവാണെന്ന് തോന്നുന്നു. ഭൂപ്രകൃതി കണ്ടിട്ട് ഭയങ്കര ഡ്രൈ ആണ് എല്ലാം, മണ്ണും കാര്യങ്ങളും. ഇത് കണ്ടോ, ചുറ്റും മലയാണ്, പക്ഷേ ഡ്രൈ മലകളാണ് ഫുള്ള്. പക്ഷെ അവർ ഈ എല്ലാ ഭൂമിയും കൃഷിക്ക് വേണ്ടി ഇതേമാതിരി കുളമൊക്കെ കുത്തി വെള്ളം എവിടുന്നോ പമ്പ് ചെയ്ത് എടുത്ത്. കാണാൻ പറ്റുന്നില്ലേ പുറകിലെ പടുതാക്കുളമാണത്. ഭയങ്കര ആഴത്തിലുള്ളതാണ്. കാരണം നേരത്തെ ഞങ്ങൾ വന്ന വഴിക്ക് അതിൻ്റെ കുഴി കണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് നിറച്ച് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എടുക്കാണ്ടിരുന്നത്. ഇതിനകത്ത് നിറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ചുറ്റും കൃഷിയാണ്. ഒരു ഭൂമി പോലും വെറുതെ കിടക്കുന്നില്ല. ഇത് മുഴുവൻ കൃഷിയാണ്, ഫുൾ. വാട്ടർ ബോഡി ചെറിയ റോട്ടിൽ നിന്ന് ഇങ്ങനെ മാറി മൺവഴി കൂടെ പോകണം. ചെറിയ ഓഫ് റോഡ് അത് എടുത്ത് നമ്മൾ നേരെ വാട്ടർ ബോഡിയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഓക്കെ,
ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിതേ ഇവിടെ നിന്ന് നമ്മുടെ വാട്ടർ ബോഡി കണ്ടില്ലേ, അവിടെ പോയി ഇതൊക്കെ ചെയ്തു, ചെറിയ ഷേവും പരിപാടിയൊക്കെ നടത്തി. ഇനി നമ്മളിത് ക്രിസ്മസ് ആണല്ലോ, കേക്ക് മുറിക്കാൻ പോവാ. ഞങ്ങളുടെ 4 പേരുടെയും പേരിൽ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമ്മള് കേക്ക് മുറിക്കുകയാണ്. കത്തിയും പരിപാടിയൊന്നും ഇല്ല, കൈ കൊണ്ട് തന്നെ മുറിക്കുക. റണ്ണിങ് അടിക്കുക, റണ്ണിങ്ങിൽ അടിക്കുകയാണ്. പിന്നെ ഇവർക്ക് ഞാൻ ഈ ക്യാമറ എടുത്ത് ഇങ്ങനെ പിടിച്ച് വേഗം കട്ട് ചെയ്യാൻ പറയാ, കഴിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് കാണാം. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. കഴിക്കൂ. ഹാപ്പി ക്രിസ്മസ്. നമ്മൾ എവിടെയാ? സങ്കോള റോഡിൽ ഞങ്ങൾ ഹൈവേയില് ഞങ്ങളെ ക്രിസ്മസ് അങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തു. ഓക്കെ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തം റോഡ് പണി നടക്കുകയാണ്. ഈ സങ്കോളയ്ക്കുള്ള റോഡ് കംപ്ലീറ്റ് പണി നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഹൈവേ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പയ്യെ പോകാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഇനി മാത്യു? പണി നടക്കണുണ്ടോ? 60 കിലോമീറ്റർ പണി നടന്നുകൊണ്ടിരിക്കുക, ഹൈവേയുടെ പണി നടക്കുക. ഇവിടുത്തെ ആൾക്കാരുടെ വേഷവിധാനം കണ്ടോ നിങ്ങള്? നമ്മുടെ പഴമക്കാരുടെ വേഷവിധാനമാണ് ഇതൊക്കെ. ബാബുജി തൊപ്പിയും പരിപാടിയൊക്കെ ഇവിടെ ആള് നിപ്പുണ്ട്. ബാബുജി തൊപ്പിയും ഇതെല്ലാം വെച്ചിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഈ ക്യാമറയില് കിട്ടുമെന്ന് തോന്നുന്നു. അവിടെ വിൻമിൽസ് ഉണ്ട്, വിൻമിൽസ് അങ്ങ് ദൂരെയാണ്, കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. നമ്മളെ മുന്തിരി ഉണക്കുന്ന സ്ഥലമാണ് ഇവിടെ കാണുമ്പോ. ഫുള്ള് മുന്തിരി ഉണക്കുന്ന ഷെഡാണിത്. മുന്തിരി അവിടെ നിന്ന് പറക്കും കൊണ്ടുപോയി ഉണക്കാനിടും. ഫുള്ള് ഇങ്ങനെ സാധനം കണ്ടോ, അത് നെറ്റ് പോലെയാണ്. അതിനകത്ത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ മനസ്സിലാവില്ല, നെറ്റ് പോലെയാണ് അത്. ഓരോരോ തട്ടുകൾ മുന്തിരി പറക്കി അതിനകത്ത് ഇടുക. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് ഉണങ്ങിക്കോളും. ഇതാ ഇവിടെ കംപ്ലീറ്റ് അതാണ് പരിപാടി. മുന്തിരിക്ക് മരുന്നടിക്കുന്ന മെഷീൻ. അതിൻ്റെ ഇടയിൽ ഒരു ട്രാക്ടർ ഇങ്ങനെ പാസ്സായി വന്നില്ല, അതാണ് മുന്തിരിക്ക് മരുന്നടിക്കുന്ന മെഷീൻ. അത് നമ്മൾ 2-3 അടുത്ത് കണ്ടായിരുന്നു, പോയി എടുത്തില്ല. അത് അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല, ഈ മരുന്നടിക്കുന്ന സംഭവം കാണിക്കാൻ അവരത്ര താല്പര്യം കാണിക്കില്ല. അതുകൊണ്ട് നമ്മൾ പയ്യെ ഒഴിവായി മാറി വന്നതാണ്. മെഷീനൊക്കെ വരുമ്പോൾ കാണിക്കാന്നേ ഉള്ളൂ. അവിടെ പോയി തോട്ടത്തിൽ മരുന്നടിക്കണത് അവരെടുക്കാൻ അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. കാറ്റടിയില कितने 40। ये क्या है? ये क्या है? बोर बेर है। മാതള നാരങ്ങ കേട്ടാ, മാതള നാരങ്ങ അതെ ഇവിടെ കംപ്ലീറ്റ് ഉണ്ട്. ഈ റോഡിൽ കണ്ട കംപ്ലീറ്റ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഈ പേറും വാങ്ങിച്ചു. ഇത് മാതള നാരങ്ങയാണ്. ഈ മാതള നാരങ്ങ 40 രൂപ പറഞ്ഞു കിലോ, ഇതിന് 30 രൂപ പറഞ്ഞു. ലാസ്റ്റ് ഇത് രണ്ടും കൂടെ നമുക്ക് 60 രൂപയ്ക്ക് തന്നവര്. ഫ്രണ്ട്സ്, വന്ന വഴിക്ക് നമ്മൾ മാതള നാരങ്ങത്തോട്ടം നല്ല ഒരു അത്യാവശ്യം നല്ല മാതള നാരങ്ങത്തോട്ടം കണ്ടു. നമ്മളിത് കണ്ടോ നിങ്ങള്? മാതള നാരങ്ങ കേട്ടോ, മാതള നാരങ്ങ വലുതായിട്ടില്ല, വലുതായി വരണുള്ളൂ. ഇതിനകത്ത് കണ്ടോ ഫുൾ പൂക്കളും. മാതള നാരങ്ങത്തോട്ടം. ഫ്രണ്ട്സ്, അപ്പൊ ഈ സാധനം നമ്മളിപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കി. ഇവിടെ ഇവര് പറയുന്ന പേരെന്താണ്? പേരല്ലേ? പേരല്ല, ബേർന്നാണ് ഇവരിവിടെ ലോക്കലി പറയുന്നത്. അപ്പൊ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പൊ ഇതിനെ നമ്മുടെ ഗൂഗിൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ പ്ലം എന്നും പറയും, ചൈനീസ് ആപ്പിൾ എന്ന് പറയുന്നുണ്ട്, പിന്നെ വേറൊരു പേരും ഇന്ത്യയിൽ പറയുന്നുണ്ട്, ജുജൂബി. അതറിയില്ല, ജുജൂബി എന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് അറിയില്ല. ഇന്ത്യൻ ജുജൂബി എന്നും പറയുന്നുണ്ട്. അത് എന്താ
എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ ചൈനീസ് വേറെ എന്തോ കൂടെ പറയുമല്ലോ മാത്യു, ചൈനീസ് ഡേറ്റ്സ്, നമ്മുടെ അറേബ്യൻ ഡേറ്റ്സ് അല്ല, ചൈനീസ് ഡേറ്റ്സ് എന്നും പറയും ഈ സാധനത്തിന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഒരു സ്റ്റിക്കർ കടയിൽ കയറി. സ്റ്റിക്കർ കടയിലെ പയ്യന്മാരാണ്. ഞാൻ തുമാരാ അരുൺ തുമാരാ ശ്രീകാന്ത്. ഇവർ നമ്മുടെ ഇതൊക്കെ കണ്ടു വന്നിട്ട് അവർ പറഞ്ഞു അവർക്ക് ഒരു സീഡ് ബോൾ വേണമെന്ന്. അപ്പോൾ നമ്മൾ സീഡ് ബോൾ എടുക്കുകയാണ്. സീഡ് ബോൾ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കും ഒരെണ്ണം. അവർക്കത് കേട്ടപ്പോൾ അവർക്ക് ഒരെണ്ണം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവരെയും കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാ? ആ ഓക്കെ ഗൈസ്, നമ്മൾ വിത്ത് കൊടുക്കുകയാണ് അവർക്ക്. വിത്ത് കൊടുക്കുകയാണ്. भैया भी तू भी ए तुम्हारा किधर डालेगा तू? खेती है ना? खेती അവരവരുടെ പറമ്പിൽ കൊണ്ടുപോയി ഇടൂന്നാ പറയുന്നത് കേട്ടോ. സന്തോഷം, അവർ ചോദിച്ചു വാങ്ങിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് ഞായറാഴ്ചയാണ് മെയിൻ മാർക്കറ്റ്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ടും അവധിയാണ്. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഓണറുണ്ട്. ഓണർ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. भाई थोड़ा बोलो ये इधर क्या क्या कैसा काम चल रहा है? अच्छा, ये लॉकडाउन के दौरान भी ये काम बहुत अच्छा चल रहा है. इससे बहुत यहाँ पे लोगों को रोजगार भी मिलता है. हर दिन करोड़ों रुपए की उड़ान चलती है यहाँ पे. ये संडे के दिन यहाँ पे छुट्टी रहती है, बाकी के दिन सब अच्छे चलते हैं. बहुत माल निकलता है यहाँ से. माल ऑल इंडिया में घूम जाता है. इंडिया से बाहर भी चला जाता है. फिर बांग्लादेश का हमारा ट्रांसपोर्ट है प्रताप एयरपल्ली का, और हमारे ट्रांसपोर्ट से माल बांग्लादेश ही जाता है, कोलकाता, धुरागढ़, कोजाडांगा के पास. हम बहुत एकदम बढ़िया से काम चल रहा है. लॉकडाउन के दौरान भी हमें रोजगार मिल पाता है. क्या माल तुम इधर यहाँ से हम अनार ही उठा लेते हैं, लेकिन ट्रांसपोर्ट पे हमारे बेर आता है, सीताफल आता है, पपीता आता है, बहुत कुछ माल यहाँ से बांग्लादेश चला जाता है. ठीक है भैया, थैंक यू. हम दोनों अरे यानी मलयाളം അറിയില്ല കുറച്ച് അറിയാം തമിഴിൽ ഫുൾ ആയിട്ട് അറിയാം ഇവിടെ എങ്ങനെ ഇന്ന് മാർക്കറ്റ് ഉണ്ടായില്ലേ മാർക്കറ്റിൽ എന്താ 5 വർഷം ഇത് വേല ഇത് പണി ചെയ്യണ്ടോണ്ട് ഇന്ന് ഓഫാണോ അത് തീർന്നോ ಎಲ್ಲ ಇದಕ್ಕೆ 4 ಬಂದು നമുക്ക് അനാറ് കൊണ്ടുപോയി തരുവാണ് കേട്ടോ ഈ പയ്യൻ നാം ക്യാ ഹൈ തുമാരാ സാഹിൽ ചൗഹാൻ ഇവിടെ ഞങ്ങൾ നിന്നപ്പോൾ ഒരു ഡ്രൈവർ ചേട്ടൻ നാം ക്യാ ഹൈ തുമാരാ സുനിൽ അപ്പോൾ പുള്ളി ഇങ്ങനെ ഇന്ത്യ മുഴുവൻ കറങ്ങണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ കുറേ ഡീറ്റെയിൽ അളിയനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അളിയൻ പറഞ്ഞു തരും നമുക്ക്. പുള്ളിക്ക് ഇന്ത്യ മൊത്തം കറങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ പുള്ളിക്ക് പറഞ്ഞ ഇങ്ങനെ കമ്പനികളോ ആരും ഇല്ലാണ്ട് കൂട്ടുകാരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കറങ്ങാൻ പറ്റിയ പുള്ളി ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അന്നേരം പുള്ളി ഇപ്പം ലോങ് ട്രിപ്പാണ് അടിക്കുന്നത്. അത്യാവശ്യം ദിവസം ഒരു 1200 കിലോമീറ്ററാണ് പുള്ളിയുടെ ഡെയിലി അപ്പ് ആൻഡ് ഡൗൺ. അന്നേരം പുള്ളി ഇപ്പം വന്ന് നമുക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടുണ്ട്. ദിവസം ചാനൽ കാണാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാണ് പുള്ളി. അന്നേരം मैं आपको भगवान से ये दुआ मांगता हूँ कि आपका सफ़र अच्छा सफ़र हो, यही दुआ मांगता हूँ. താങ്ക് യു ഭയ്യ. സംഗോള മാർക്കറ്റ് അവിടെയാണ്. ആ കാണുന്ന ആ ഷെഡ് നമ്മളിപ്പോൾ പോയില്ലേ, സംഗോള മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പൂനെയാണ്. ഇന്ന് രാത്രിയോടെ പൂനെയിൽ എത്തുമെന്ന് വിചാരിക്കണം. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 200 സംതിങ് കിലോമീറ്റർ ഉണ്ട് പൂനെക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പൂനെക്കുള്ള വഴി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതേ നമ്മുടെ കാണുന്നുണ്ടോ ഇവിടെ ഉണ്ട്. ഇവിടെയുണ്ട്. ഇത് കംപ്ലീറ്റ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് വിദേശിയായ ഒരു ഫ്രൂട്ടാണ്, നമ്മുടെ ഇന്ത്യൻ ഫ്രൂട്ടല്ല, ഡ്രാഗൺ ഫ്രൂട്ടാണിത്. നമ്മുടെ നാട്ടിൽ ഇത് സാധാരണ കൃഷി ചെയ്യുന്നത് നമ്മുടെ ടയറൊക്കെ വെച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതിന് പകരം ഒരു കോൺക്രീറ്റിൻ്റെ ഒരു പില്ലർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇത് മുഴുവൻ കൃഷി ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് ഇപ്പോൾ സീസണല്ല, ഉണ്ടായിട്ടില്ല, ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ഇത് ഇവിടെ ഉണ്ട്, അതിനപ്പുറത്തുണ്ട് കുറേ. ഇവിടെ നിന്ന് അങ്ങ് നോക്കത്ത ദൂരത്ത് കംപ്ലീറ്റ് ഈ സാധനം അതെ ഇപ്പറേ ഉണ്ട്. ഇപ്പറേ ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ, ഡ്രാഗൺ ഫ്രൂട്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പൂനെക്ക് പോണ വഴിയിൽ പിന്നെയും നിർത്തി. വേറൊന്നുമല്ല, നിങ്ങൾ കണ്ടോ, ഇത് കണ്ടോ, ഫുള്ള് നല്ല സെറ്റപ്പാക്കി നിർത്തിയേക്കണേ ഗ്രേപ്സ്. നല്ല മുന്തിരിത്തോട്ടം നല്ല സെറ്റപ്പാക്കി നിർത്തിയാണ് മുന്തിരിത്തോട്ടം.
കണ്ടോ മുന്തിരിത്തോട്ടം കണ്ടോ? എന്നാ സെറ്റപ്പാന്ന് നോക്കി. ഗൈസ് അപ്പോൾ ഈ കാണുന്നത് കണ്ടോ, നമ്മൾ നേരത്തെ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ പേര്, ആ സാധനമാണിത്. ഇവിടെ മുഴുവൻ ഉണ്ട്. ദേ അതിൻ്റെ കൃഷിയാണ്, പേരെന്ന് പറയുന്ന സാധനത്തിൻ്റെ കൃഷി. ഇതേ അവിടെ കണ്ടോ നിങ്ങൾ, താഴെയൊക്കെ നിലത്ത് വീണ് കിടപ്പുണ്ട്. ഇതേ ഈ മരത്തേൽ മുഴുവൻ ഇതാണ്. അപ്പോൾ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ പേരക്കയിൽ ഏറ്റവും കൂടുതലുള്ള വൈറ്റമിൻ സിയാണ്. ആ പേരക്കയിൽ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി കുറവ്, എന്നാലും വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള ഫ്രൂട്ടുകളിൽപ്പെട്ട സാധനമാണിത്. പേരക്ക കഴിഞ്ഞാൽ ഈ സാധനത്തിനാണ് ഏറ്റവും വൈറ്റമിൻ സി കൂടുതൽ. അപ്പോൾ ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂനെയിലേക്ക് പോകുന്ന വഴിയിൽ ഇപ്പോൾ പന്തർപൂർ എന്ന് പറയുന്ന ഒരു സിറ്റി തന്നെയാണ്, അത്യാവശ്യം വലിയ സിറ്റി തന്നെയാണ്. അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ, പന്തർപൂർ. അതേ വരണ വഴിക്ക് കണ്ടോ, പുറകിൽ കണ്ടോ ഈ മറ്റേ കരിമ്പിൻ്റെ കൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വരുന്ന വേസ്റ്റ് അവർ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. ഇത് കണ്ടോ എന്തോരം പുകയാന്ന് പറഞ്ഞാൽ നോക്കി, തീ. ഇത് കംപ്ലീറ്റ് കത്തിച്ച് ഇവിടെ മുഴുവൻ പുകയായി. നോക്കിയേ, നമ്മൾ ആ കത്തിച്ചിട്ട് ഇതേ ഇപ്പോൾ നമ്മൾ റോഡിലേക്ക് പോവുകയാണ്. ഒരു സാധനം കാണാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് തന്നെ വണ്ടിയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ആൾക്കാരുടെ കണ്ണിലും പോയി. നമ്മളിതേ പുകയ്ക്കകത്തേക്ക് കയറി. ഇപ്പോൾ ഒരുമാതിരി ഇതേ ഒരു കുന്തം കാണാൻ പറ്റണല്ലോ വണ്ടി ഓടിക്കുമ്പോൾ. മൊത്തം എന്തോരം ദൂരത്തിലാ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പൂനെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂനെയിലുള്ള വഴിയിൽ ഇപ്പോൾ നമ്മളൊരു സിറ്റി പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇന്ദാപൂർ എന്നാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണിയായി. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താ പ്ലാൻ ശരിക്കും? അളിയ എന്താ പ്ലാൻ? നമ്മൾ ഇടയ്ക്ക് നിർത്തുകയാണോ അതോ? ഇല്ല, പരമാവധി പൂനെ പിടിക്കാനാണ് നമ്മൾ. പൂനെ മാക്സിമം പിടിക്കാൻ നോക്കുകയാണ്. കാരണം ഈ സൈഡൊക്കെ സേഫാണ് റോഡ്. അങ്ങനെ രാത്രി യാത്രകളിൽ പ്രശ്നമുള്ളതായിട്ട് കേട്ടിട്ടില്ല ഈ സൈഡൊക്കെ. അപ്പോൾ ഞങ്ങൾ പോവാണ്. നമ്മൾ കിഞ്ചർവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പൂനെക്ക് ഇനി ഏതാണ്ട് ഒരു 45 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങളൊരു പാനിപ്പൂരി അല്ലേ കഴിക്കാൻ പോണേ. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം സ്നാക്സ് കഴിക്കാൻ ഓർത്ത് ഇറങ്ങിയതാണ്. സ്നാക്സ് കഴിക്കാൻ ഓർത്ത് ഇറങ്ങിയതാണ് ഞങ്ങൾ. പാനിപ്പൂരിയുടെ കടയൊക്കെ ഉണ്ട്. പാനിപ്പൂരിയുടെ കടയുണ്ട്. പാനിപ്പൂരി കടയിൽ പാനിപ്പൂരി അടിക്കാം. കഴിക്കുമോ? പാനിപ്പൂരിയാ വെറൈറ്റി എടുത്താലോ? വെറൈറ്റി എടുക്കും. വെറൈറ്റി എല്ലാം കഴിച്ചു നോക്കാലോ. അപ്പോൾ എല്ലാം വേറെ 4 തരം പറയാം. ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ പൂനെ എത്തി. പൂനെയിൽ സിറ്റി കൂടെ ഇങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി ഭയങ്കര കോംപ്ലിക്കേഷനാണ് പൂനെയിലെ. ഒരു പിടുത്തവും കിട്ടണല്ല. ഗൈസ്, അപ്പം നമ്മളങ്ങനെ പൂനെയിൽ എത്തിയിട്ടുണ്ട്. പൂനെയിൽ ഇപ്പോൾ നമ്മളിവിടെ ഇനി ടെൻ്റ് അടിച്ച് കിടക്കണം.
ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാൻ പോയേക്കുവാണ്. അപ്പോൾ നമുക്കിനി നാളെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോണാവാലയ്ക്ക് പോകാനാണ്. ഉറപ്പിച്ചിട്ടില്ല. നാളെ ലോണാവാലയ്ക്ക് പോകാനാണ്. ലോണാവാല പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.